സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് കോമിക് മേക്കർ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2024 റിലീസാകാൻ പോകുന്ന സൂപ്പർ ഹീറോ പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടാണ്. അതും വെറും സിനിമകളോ സീരീസുകളോ അല്ല, റേറ്റഡ് അല്ലെങ്കിൽ TVMA റേറ്റിംഗിൽ വരാൻ പോകുന്ന പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 2024 റിലീസാകാൻ പോകുന്ന ആദ്യത്തെ സൂപ്പർ ഹീറോ പ്രൊജക്റ്റ് ആണ്. അതിനോടൊപ്പം തന്നെ മാർവെലിന്റെ ആദ്യത്തെ TVMA സർട്ടിഫിക്കേഷനിൽ വരാൻ പോകുന്ന ഒരു സീരീസ് കൂടിയാണ് ഈ എക്കോ സീരീസ്. ആൻഡ് ഇനി ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു സീരീസിന്റെ ട്രെയിലർ വരുന്നത് വരെ ഈ ഒരു സീരീസിനെ കുറിച്ചിട്ട് ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ട്രെയിലർ കണ്ടതിന് ശേഷം ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള പ്രതീക്ഷ വളരെയധികം കൂടുതലാണ്. ആൻഡുമായിട്ട് കമ്പാറ്റുകളും കുറേയധികം വയലൻസ് എന്ന സീനുകളും ചേർന്നിട്ടാണ് ഈ ഒരു സീരീസിന്റെ ട്രെയിലർ വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മാർവെലിന്റെ സ്പോട്ട് ലൈറ്റിന്റെ കീഴിൽ വരുന്ന ആദ്യത്തെ പ്രൊജക്ട് കൂടിയാണ് ഈ ഒരു എക്കോ സീരീസ്. എക്കോ എന്ന ക്യാരക്ടറിനോടൊപ്പം തന്നെ കിങ് പിൻ എന്ന ക്യാരക്ടറിനും ഈ ഒരു സീരീസിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. ഈ ഒരു സീരീസിൽ ഡെയർഡെവിൽ കൂടി അപ്പിയർ ആവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള പ്രതീക്ഷ വളരെയധികം കൂടുതലാണ്. എന്തായാലും ജനുവരി 10 ഡിസ്നി പ്ലസിലൂടെ ഈ സീരീസിന്റെ 5 എപ്പിസോഡ് ഒരുമിച്ചാണ് റിലീസാകാൻ പോകുന്നത്. അപ്പോൾ തന്നെ കണ്ടറിയാം. എക്കോ എന്ന സീരീസിന് ശേഷം ജനുവരിയിൽ തന്നെ റിലീസാകാൻ ചാൻസ് ഉള്ള മറ്റൊരു സീരീസാണ് ഇൻവിൻസിബിളിന്റെ സീസൺ 2 പാർട്ട് 2. അപ്പോൾ ഇൻവിൻസിബിൾ സീരീസ് കാണുന്നവർക്കറിയാം, ഇൻവിൻസിബിൾ സീരീസിന്റെ ക്രിയേറ്റേഴ്സ് വെറുതെ ഒരു മിഡ് സീസൺ ഫിനാലെ ഇട്ട് സീസൺ 2 നിർത്തിപ്പോയത്. ആൻഡ് ഇപ്പൊ കിട്ടുന്ന റൂമറുകൾ അനുസരിച്ച് ഈ ഒരു സീരീസിന്റെ പാർട്ട് 2 ഈ ഒരു വർഷം ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണ് റിലീസാകാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ജനുവരിയിൽ തന്നെ റിലീസാകാൻ തന്നെയാണ്. ആൻഡ് ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് വെച്ച് ഏറ്റവും ബെസ്റ്റ് റേറ്റിലുള്ള ആനിമേറ്റഡ് സീരീസ് ആണ് ഇൻവിൻസിബിൾ സീരീസ്. ആൻഡ് ഇതുവരെ വന്ന എല്ലാ എപ്പിസോഡും അടിപൊളിയാണ്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് വേറെ ലെവലുമാണ്. ഇതുവരെ ഈ സീരീസ് കാണാത്തവരാണ് നിങ്ങൾ, ഉറപ്പായി ഒന്ന് കണ്ടുവെക്കുക. ഒരു അടിപൊളി സീരീസ് തന്നെയാണ് ഈ ഒരു സീരീസ്. ഇൻവിൻസിബിൾ സീരീസിന് ശേഷം അടുത്തായി വരാനിരിക്കുന്ന മറ്റൊരു റേറ്റഡ് സീരീസ് ആണ് ബോയ്സിന്റെ സീസൺ 4. ബോയ്സ് സീരീസിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം ഏറ്റവും ബെസ്റ്റ് റേറ്റഡ് സൂപ്പർ ഹീറോ സീരീസ് തന്നെയാണ് ബോയ്സ്. ബെസ്റ്റ് സീരീസ് എന്നല്ല, ബെസ്റ്റ് റേറ്റഡ് സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസി തന്നെയാണ് ദ ബോയ്സ്. ഇതുവരെ ഇറങ്ങിയ 3 സീസൺസും അടിപൊളിയാണ്. അതിനോടൊപ്പം തന്നെ സ്പിൻ ഓഫ്സും അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള പ്രതീക്ഷ വളരെയധികം കൂടുതലാണ്. ഇതുവരെ നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ, വയലൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് ഈ ഒരു ബോയ്സ് സീരീസ്. അത്രയ്ക്കും വയലൻസ് ആണ് ഈ ഒരു സീസണിലുള്ളത്. എന്തായാലും ഉറപ്പായി ഒന്ന് കണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ സീസണിന്റെ സീസൺ 4 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ റിലീസാകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇനി ബോയ്സ് എന്ന സീരീസിന് ശേഷം 2024 റിലീസാകാൻ പോകുന്ന അടുത്ത സൂപ്പർ ഹീറോ പ്രൊജക്റ്റ് ആണ് ഡെഡ്പൂൾ 3 എന്ന സിനിമ. മാർവെലിന്റെ കീഴിൽ വരാൻ പോകുന്ന ആദ്യത്തെ റേറ്റഡ് സൂപ്പർ ഹീറോ മൂവി കൂടിയാണ് ഈ ഒരു ഡെഡ്പൂൾ 3 എന്ന സിനിമ. അതിനോടൊപ്പം തന്നെ മാർവെലിന്റെ ആദ്യത്തെ മ്യൂട്ടൻ റിലേറ്റഡ് പ്രൊജക്റ്റ് കൂടിയാണ് ഈ ഒരു ഡെഡ്പൂൾ 3 എന്ന സിനിമ. ഒരു മൾട്ടിവേഴ്സൽ ലെവൽ സെറ്റാകാൻ പോകുന്ന സിനിമയാണ് ഡെഡ്പൂൾ 3. അതിനോടൊപ്പം തന്നെ ഹ്യൂഗ് ജാക്മാന്റെ വുൾവറിനും പ്ലസ് നമ്മൾ മുന്നേയുള്ള സിനിമകളിൽ കണ്ട കുറെ അധികം മ്യൂട്ടൻ ക്യാരക്ടേഴ്സിനും ഈ ഒരു സിനിമയിൽ കാണാൻ ചാൻസുകളുണ്ട്. എന്തായാലും ഹ്യൂഗ് ജാക്മാന്റെ വുൾവറിൻ കൺഫേം തന്നെയാണ്. മാർവെലിലെ ഫേസ് 6 സിനിമ ആയതുകൊണ്ട് തന്നെ സീക്രട്ട് വാഴ്സുമായി ഡയറക്റ്റ് കണക്ഷൻ വരുന്ന സിനിമ കൂടിയാണ് ഈ ഒരു ഡെഡ്പൂൾ 3 എന്ന സിനിമ. എന്തായാലും ജൂലൈ 19 ഈ ഒരു സിനിമ റിലീസാകാൻ പോകുന്നത്. അതുവരെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തതിനെ പറ്റൂ. ജൂലൈയിൽ ഡെഡ്പൂളിന് ശേഷം അടുത്ത റിലീസാകാൻ പോകുന്ന റേറ്റഡ് പ്രൊജക്റ്റ് ആണ് സോണിയുടെ ക്രേവൻ ദ ഹണ്ടർ എന്ന സിനിമ. സോണിയുടെ സ്പൈഡർമാനെ കാണിക്കാത്ത സ്പൈഡർമാന്റെ യൂണിവേഴ്സിറ്റി സിനിമയാണ് ഈ ഒരു ക്രേവൻ ദ ഹണ്ടർ എന്ന സിനിമ. ക്രേവൻ ദ ഹണ്ടറിന്റെ ഒറിജിനെ കുറിച്ച് പറയുന്ന ഈ ഒരു സിനിമ ഒരു റേറ്റഡ് സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം വയലൻസുകൾ നടന്ന സീനുകൾ നമുക്ക് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു സിനിമ 2021 ആഗസ്റ്റിന് റിലീസായിരിക്കുന്ന സിനിമയാണ്. പക്ഷെ ചില റീഷൂട്ടുകൾ കാരണം ഈ ഒരു സിനിമ ഒരു വർഷത്തേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്യുകയും 2024 ആഗസ്റ്റ് 30 ഇപ്പൊ ഈ സിനിമ റിലീസാകാൻ പോകുന്നത്. 2024 റിലീസാകാൻ പോകുന്ന സൂപ്പർ ഹീറോ പ്രൊജക്റ്റുകളിൽ കുറച്ച് പ്രതീക്ഷിച്ച പ്രൊജക്റ്റിൽ എനിക്ക് ഒന്നാണ് ഈ ഒരു ക്രേവൻ ദ ഹണ്ടർ എന്ന സിനിമ. ക്രേവൻ ദ ഹണ്ടറിന് ശേഷം അടുത്ത റിലീസാകാൻ പോകുന്ന ഒരു റേറ്റഡ് സൂപ്പർ ഹീറോ പ്രൊജക്റ്റ് ആണ്. ആൻഡ് ഈ ഒരു സിനിമയെ കുറിച്ച് കുറേയധികം പ്രതീക്ഷകളുണ്ട്. അതിന് കാരണം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. ഏകദേശം 1 ബില്യൺ അടുത്ത് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പാർട്ട് കളക്ഷന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയെ കുറിച്ചും കുറേയധികം പ്രതീക്ഷകളുണ്ട്. പ്ലസ് ജോക്കറിനോടൊപ്പം തന്നെ ഹാർലി ക്വിനും ഈ ഒരു സിനിമയിൽ പ്രധാന റോളിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മ്യൂസിക്കൽ ഓറിയന്റഡ് സിനിമ കൂടിയാണ് ജോക്കർ. റൂമറുകൾ അനുസരിച്ച് ഈ സിനിമ റിലീസാകാൻ പോകുന്നത് ഒക്ടോബർ മാസമാണ്. അതുവരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നേ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.